ഓട്ടോറിക്ഷക്കാരൻ സത്യസന്ധത കാണിച്ചു. കിട്ടിയ പേഴ്സ് വീട്ടിൽ കൊണ്ടുപോയി. വിദേശി മലയാളികൾക്ക് സ്വദേശത്ത് സ്വീകരണം. വണ്ടി വിൽപ്പനയ്ക്ക്. ഓട്ടോക്കാരനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച യുവാവ്. നിങ്ങൾ ആരാ മുരളി? ഓടാനോ ഒളിക്കാനോ ശ്രമിക്കണ്ട. അവൻ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് ഇവിടെ അടി നടക്കും. അടിയോ? എന്തിനി? സാർ ആരാണവോ? മനസ്സിലായില്ല. നീയാണോ മുരളി? ഞാൻ രഹസ്യമായി സംഘടിപ്പിച്ച ബയോഡാറ്റ വെച്ച് നോക്കുമ്പോൾ, ഈ ബോഡി ലാംഗ്വേജ് വെച്ച്, ഈ കളറും ഈ പന്ന താടിയും വെച്ച് നോക്കുമ്പോൾ നീ തന്നെ ആകാനാണ് സാധ്യത. അതെ, ഞാൻ തന്നെയാണ് അവൻ. ഇനി കാര്യം പറയണം. ഞാൻ കാര്യങ്ങളെ പറയാറില്ല, പ്രവർത്തിക്കാറേ ഉള്ളൂ. നീ മിമിക്രി കാണിച്ച് കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളെ വശത്താക്കും അല്ലടാ? നീ ഏത് കോത്താരത്തെ മിമിക്രിക്കാരനാടാ? എടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? കല്യാണം കഴിക്കാവുന്ന നീ വ്യാമോഹിക്കുന്ന വിനീതയുടെ ബ്രദറിലോ, അവളുടെ സുന്ദരിയായ സിസ്റ്റർ വനജയുടെ ഗൾഫിലുള്ള ഭർത്താവ് ഗൾഫ് സുനിൽ കുമാർ. ഈ നാട്ടിലെ ഏറ്റവും വലിയ മിമിക്രിക്കാരനാണടാ ഞാൻ. അതെല്ലാം ഇവിടെ പൂട്ടിക്കെട്ടി വെച്ചിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോയത്. മേലിൽ എന്റെ സിസ്റ്ററിലൂടെ നിഴൽവട്ടത്തെങ്ങാൻ നിന്നെ കണ്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ വീണ്ടും ഞാൻ വരും. അടുത്ത വിമാനം ചാർട്ട് ചെയ്ത് ദുബൈയിൽ നിന്ന് ഞാൻ വരും. ഓർമ്മയിരിക്കട്ടെ. എന്താടാ നോക്കുന്നത്? ഓർമ്മയിരിക്കട്ടെ. സർ, ഒന്ന് നിൽക്കണേ. എന്താടാ? എന്റെ പൊന്നനിയന്മാരെ തല്ലണ്ട, ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതി. കൊല്ലണ്ട, വിട്ടേക്ക് വിട്ടേക്ക്. തല്ലുകൊണ്ട കാര്യം വനിയ ചേച്ചിയോട് പറയണ്ട. തനിക്കോ? ഞാൻ വിനീതയോടും പറയുവോ? പറയത്തില്ല. പറയല്ലേ. ഓട്ടോക്കാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു ഗൾഫുകാരനെ ഇങ്ങനെ ഇടിക്കരുത്. ഞങ്ങളാണ് വിദേശ നിക്ഷേപം ഇങ്ങോട്ട് കൊണ്ടു തരുന്നത്. കേറാനോ? ആശുപത്രിയിലോട്ട് പോകാം. ഇനിയൊരു യാത്ര ഒറ്റയ്ക്ക് വേണ്ട, ഒരുമിച്ചാവാം. അമ്മേ, എന്റെ അമ്മ. മുരളി, ഈ ചെറിയ ഓട്ടോ യാത്ര കൊണ്ട് മാത്രം നീ എൻ്റെ മനസ്സ് കീഴടക്കി കളഞ്ഞു. എനിക്കും ചേട്ടനെ അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അടിച്ച കാര്യം നീ അങ്ങ് മറന്നേക്കണം. എനിക്ക് വേണ്ടി എന്റെ കൂട്ടുകാരി ചേട്ടൻ ഇടിച്ച കാര്യവും ചേട്ടനങ്ങ് മറന്നേക്കണം. ഞാനത് മറന്നു കഴിഞ്ഞു. വാ, നമുക്ക് ഡോക്ടറെ കണ്ട് വല്ല ഹേമദണ്ഡങ്ങൾ ഏറ്റിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. കാണുന്നില്ലല്ലോ. നീ കുറച്ചു നേരം ആയല്ലോടി വരാന്തേന് മുറ്റത്ത് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. കൂട്ടിലടച്ച വെറിയനെ പോലെ. എന്താ സംഭവം? എന്റെ അമ്മൂമ്മേ, അപ്പൊ കാര്യമൊന്നും അറിഞ്ഞില്ലേ? സുനിച്ചേട്ടൻ ആ ഓട്ടോ ഡ്രൈവറെ അന്വേഷിച്ച് പോയിരിക്കുക. ഏത് ഓട്ടോ ഡ്രൈവർ? ഇന്നലെ രാത്രി ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അമ്മൂമ്മ മറന്നുപോയോ? എന്റെ അനിയത്തി പ്രേമിക്കാൻ കണ്ടുപിടിച്ച കാമദേവൻ ഓട്ടോ ഡ്രൈവർ. അവന്റെ കയ്യോ കാലോ ഓടിച്ചിട്ടേ വരൂന്ന് പറഞ്ഞ സുനിച്ചേട്ടൻ പോയിരിക്കുന്നെ. ദേഷ്യം വന്ന പിന്നെ എന്റെ ഭർത്താവ് സിംഹം. പക്ഷേ നിനക്കൊരു കാര്യം അറിയാമോ? സിംഹത്തിനെ തോൽപ്പിച്ച കുറുക്കന്മാരുടെ കഥയുണ്ട് പഞ്ചതന്ത്രത്തില്. എന്റെ ദൈവമേ, സുനിച്ചേട്ടന്റെ കൈക്കരുത്തിൽ ആ ചെറുക്കൻ തട്ടിപ്പോവുന്ന എന്റെ പേടി. അങ്ങനെയൊന്നും വരുത്തല്ലേ എന്റെ ദേവി. നീ പേടിക്കേണ്ട വനജയ്, സുനിൽ അവിവേകം ഒന്നും കാണിക്കത്തില്ല. അളിയൻ ഇപ്പൊ ഇങ്ങ് വരും. എന്റെ സുനിച്ചേട്ടനെ അറിയാൻ വയ്യാത്തോണ്ടാ. കൊച്ചേട്ടനെ പോലൊന്നും അല്ല, ഇരുമ്പ് പോലെയല്ലേ ശരീരം ഇരിക്കുന്നേ. ബോഡി ബിൽഡർ അല്ലേ? പട്ടിണിയുടെയും പരിവട്ടത്തിന്റെ ഇടയിൽ കൊച്ചേട്ടന് ബോഡി ബിൽഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല മോളെ. മുകളിലും താഴെയുമായി 3 പെങ്ങന്മാരുള്ളതുകൊണ്ട് ആരോടും കൈക്കരുത്ത് കാണിക്കാനും ഞാൻ പോയിട്ടില്ല. സത്യം പറയാലോ, പേടിയായിരുന്നു. ഉള്ള ഈ ബോഡി വെച്ച് കഷ്ടപ്പെട്ട് 3 എണ്ണത്തില് 2 എണ്ണത്തിന് ഇവൻ കരകയറ്റിയില്ലേ? അവരാങ്ങളെയും പെങ്ങളും സ്നേഹമായി സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തിനാ കുന്നായ്മ പറയുന്നത്? കുന്നായ്മ പറയുന്നത് നിന്റെ തൊഴില്. ഞാൻ സത്യമേ പറയാറുള്ളൂ.
എന്റെ മുമ്പിൽ വെച്ച് എന്റെ പൊന്നുമോനെ ആരും കൊച്ചാക്കുന്നത് എനിക്കിഷ്ടല്ല. അതിനി അവനെ പെറ്റ തള്ള നീയാണെങ്കിലും ശരി. ഓ, ഈ മധുര വർത്താനത്തിൽ അവനങ്ങ് വീണ് കിടക്കുമല്ലയോ. ഇങ്ങനെ ഇരുന്ന് കിന്നാരം പറയാതെ ഒളിച്ചു വെച്ചിരിക്കുന്ന പൈസയെന്ന് കുറച്ചെങ്കിലും എടുത്ത് അവന് കൊടുക്ക്. അവനാ കൊച്ചിനെ കെട്ടിച്ചു വിടട്ടെ. ആ സുനിച്ചേട്ടൻ സുനിച്ചേട്ടാ, ആ ചെറുക്കനെ കൊന്നു കളഞ്ഞോ? എനിക്ക് കൈയും കാലും വിറയ്ക്കുന്നു. സത്യം പറ, അവനെ കൊന്നോ? കൊന്നില്ല, കഷ്ടിച്ചവൻ രക്ഷപ്പെട്ടു. അവന്റെ ശരീരസന്ധികളിലെ നട്ടും ബോൾട്ടും ഒന്ന് ഇളക്കി വിട്ടു. നട്ടും ബോൾട്ടും അല്ലേ, അത് സാരല്ല. അവൻ നല്ല ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് മുറുക്കിക്കോ. അല്ല, അവനെ നീയല്ലേ തല്ലിയത്? പിന്നെ നീ എന്താ ഇങ്ങനെ ഞെരിവരി കൊണ്ട് നടക്കുന്നത്? അമ്മൂമ്മ, ഒരു ജീവിത സത്യം മനസ്സിലാക്കണം. തല്ലു കൊള്ളുന്നവന് മാത്രമല്ല, തല്ലു കൊടുക്കുന്നവനും വേദനിക്കും. സത്യം പറഞ്ഞ അടി കൊള്ളുന്നവനേക്കാൾ വേദന അടി കൊടുക്കുന്നവന് തന്നെയാ, സംശയമില്ല. ഇത്തിരി വെള്ളം അനത്തി വെച്ചു, ഒന്ന് ചൂട് പിടിക്കാം. മോനെ വിഷ്ണു, ഇവൻ ആ ചെറുക്കനെ തല്ലിയത് കൈ കൊണ്ടല്ല മുതുകുകൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായാലും മാനം പോയി. ആദ്യകാലത്ത് ദത്തൻ മിസ്റ്റർ രവിയിൽ നിന്നാണ് പണം കടം വാങ്ങിയിരുന്നത്. അതെനിക്കും അറിവുള്ളതാണ്. പിന്നീട് വളഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്ത് ദത്തൻ വലിയ പണക്കാരനായി. നേർവഴിയിലൂടെ മാത്രം നടന്ന നിങ്ങളുടെ ഭർത്താവ് സാമ്പത്തികമായി തകരുകയും ചെയ്തു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതാണ്. 1975 ദത്തൻ രവിയിൽ നിന്ന് ഇത്രയും വലിയ തുക കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ രവി അതെന്തുകൊണ്ട് തിരികെ വാങ്ങിയില്ല? പണം തരാനുള്ള വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ഇൻസ്റ്റാൾമെൻറ്റിന് ആരെങ്കിലും പലിശ കൊടുക്കുമോ? ഈ പ്രോനോട്ടിൻ പ്രകാരം കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി ദത്തൻ നിങ്ങൾക്ക് കടക്കാരനാണ്. ആ സ്ഥിതിക്ക് ബിസിനസ്സിൽ അയാൾക്ക് എങ്ങനെ മുൻകൈ വന്നു? നിങ്ങൾ അയാൾക്ക് എന്തിന് ഇൻട്രസ്റ്റ് കൊടുക്കണം? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. ഈ പ്രോനോട്ടിന് ഇപ്പോൾ വെറും ഒരു കടലാസിന്റെ വില പോലുമില്ല. ഇത്തരം ഇടപാടുകൾക്ക് 3 വർഷമാണ് കാലാവധി. അതായത് 3 വർഷങ്ങൾക്കുള്ളിൽ പരാതിക്കാരൻ കേസ് ഫയൽ ചെയ്തിരിക്കണം. ഈ പ്രോനോട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ ദത്തൻ പറയും, ഞാൻ ആ ട്രാൻസാക്ഷൻ അന്ന് തന്നെ സെറ്റിൽ ചെയ്തു, സുഹൃത്തായതുകൊണ്ട് പ്രോനോട്ട് തിരികെ വാങ്ങിയില്ല എന്ന്. ഇപ്പോൾ 2 കോടിയിലധികം രൂപയ്ക്കാണ് ദത്തൻ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ക്രിമിനലായും സിവിലായും നടപടി ഉണ്ടാവും. സൂക്ഷിക്കണം. വക്കീൽ സാറിന്റെ അഭിപ്രായം എന്താ? ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനും വൈകുണ്ഠം കൺസ്ട്രക്ഷൻസ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കാനും എന്തെങ്കിലും പോംവഴിയുണ്ടോ? ഒരു കോംപ്രമൈസ്. കോടതിക്ക് പുറത്ത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം. ദത്തൻ സമ്മതിക്കോ? ശ്രമിച്ചു നോക്കണം. ഞാൻ എല്ലാ റെക്കോർഡ്സും ഒന്നുകൂടി പരിശോധിച്ച് നോക്കട്ടെ. വി മേ ഫൈൻഡ് ഔട്ട് എ വേ. ഓക്കെ. മറക്കണമെന്ന് പറഞ്ഞ തീർന്നു അല്ലേ? എന്റെ വിഷമം മനസ്സിലാക്കാത്തതെന്താ? മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല, മനസ്സിലാക്കി തന്നെ. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. വിനീതയ്ക്ക് ഇതൊന്നും നേരത്തെ മനസ്സിലായില്ല. എനിക്ക് നേരത്തെ തന്നെ അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. വിനീതയും അതറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അത്രയേ ഉള്ളൂ. എന്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് മുരളേട്ടാ. മനുഷ്യരാകുമ്പോൾ എല്ലാവർക്കും പരിമിതികൾ കാണും. അത് സ്വാഭാവികമാണ്. കുറച്ചുപേർ പരിമിതിക്ക് കീഴടങ്ങും, കുറച്ചുപേർ അതിനെ മറികടക്കാൻ ശ്രമിക്കും. എന്നെ സംബന്ധിച്ചും ഒരുപാട് പരിമിതികളുണ്ട്. വലിയ വിദ്യാഭ്യാസമില്ല, സൗന്ദര്യമില്ല, സമ്പത്തില്ല, കുടുംബമഹിമയുമില്ല. അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കണം. 2 ദിവസം ഒരു പനിയടിച്ചാൽ 3-ാമത്തെ ദിവസം ചിലപ്പോൾ പട്ടിണി കിടക്കണം. വിനീതയ്ക്ക് അതൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിച്ചു. അറിഞ്ഞുകൊണ്ടാണ് എന്നെ സ്നേഹിച്ചതെന്നും, അതോ ഇനി സ്നേഹിച്ചിട്ടില്ലേ, വെറുതെ അഭിനയിക്കുകയായിരുന്നു? പെൺപിള്ളേർക്ക് ഈ പ്രായത്തിൽ തോന്നുന്ന വെറും വിളക്കം ആയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ കരഞ്ഞു വെറുത്ത മുഖത്തോടെ മുമ്പിൽ നിൽക്കണ്ടായിരുന്നു. ഈ കരച്ചിൽ തന്നെ ഒരു പരാജയത്തിന്റെ ലക്ഷണമാണ് വിനീതേ. എന്തിനാ കരഞ്ഞത്? എന്നെ സ്നേഹിക്കുന്നതിൽ കുറ്റബോധം തോന്നുന്നുണ്ടോ, അതോ പശ്ചാത്താപമോ? വിനീതയുടെ വീട്ടുകാർ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ വിവാഹം കഴിച്ചാൽ അത് നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയാണോ? അത് നഷ്ടപ്പെടുകയെന്ന് പറഞ്ഞാ എനിക്ക് ചിന്തിക്കാനേ വയ്യ. സഹിക്കാൻ കഴിയില്ലല്ലേ? അതിനർത്ഥം
എൻ്റെ സ്നേഹത്തെക്കാളും നിനക്ക് പ്രധാനം നിന്റെ വീട്ടുകാരുടെ സ്നേഹമാണെന്നാണ്. അതും എനിക്ക് പ്രധാനമാണ്. ഞാൻ തർക്കിക്കാൻ ആളല്ല. എനിക്ക് നിന്നേക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ല. ഈ വലിയ ലോകത്ത് ഞാനും നീ മാത്രം. നിന്റെ സ്നേഹമാണ്, അത് മാത്രമാണ് എനിക്ക് പ്രധാനം. നിനക്ക് വേണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാം, ഞാൻ തടയില്ല. കാരണം എന്നേക്കാൾ നല്ലൊരു ഭർത്താവിനെ എല്ലാ അർത്ഥത്തിലും നിനക്ക് കിട്ടും. പക്ഷേ നിന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ എനിക്ക് കിട്ടില്ല. അതൊക്കെ വെറുതെ. വെറുതെ ആശ്വസിപ്പിച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നീയാണ് എൻ്റെ ജീവിതത്തിലെ പെണ്ണ്. നീയില്ലെങ്കിൽ ഞാനില്ല. ഒരുപാട് സംശയിച്ചാണ് ഞാൻ സ്നേഹിച്ചത്. ഒരു സാധു ഓട്ടോറിക്ഷക്കാരന് എന്താ പ്രേമിക്കാൻ അവകാശം? നിന്നെ ഒഴിവാക്കാനും നിന്റെ ജീവിതത്തിൽ നിന്ന് പിൻവലിയാൻ ഒരുപാട് ശ്രമിച്ചതാ, കഴിഞ്ഞില്ല. അകന്നു പോകുമ്പോൾ ജീവിതം ശൂന്യമാകുന്ന പോലൊരു തോന്നൽ. എന്നെ നഷ്ടപ്പെട്ടാൽ നിനക്കങ്ങനെ തോന്നണമെന്നില്ല. തോന്നണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കില്ലല്ലോ. എനിക്ക് കൊച്ചേട്ടനെ വേദനിപ്പിക്കാൻ വയ്യ. ഞങ്ങളുടെ വീട് നടത്താൻ എത്ര കഷ്ടപ്പെടുന്നു കൊച്ചേട്ടനെന്ന് ആലോചിക്കുമ്പോ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ വേദനിപ്പിക്കുന്നത് അത് വേദനയല്ലേ? അതോ പാവങ്ങളായതുകൊണ്ട് ഞങ്ങളുടെ വേദനയ്ക്ക് വിലയില്ലേ? എൻ്റെ കല്യാണത്തെക്കുറിച്ച് അമ്മയ്ക്ക് അമ്മയുടേതായ സ്വപ്നങ്ങളുണ്ട്. നമ്മൾ പിരിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് സന്തോഷമാവുമെങ്കിൽ അത് തന്നെയല്ലേ നല്ലത്. നമ്മുടെ വീട്ടുകാരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് ദുഃഖിക്കാം. എൻ്റെ സങ്കടം നിനക്കൊരു പ്രശ്നമല്ല അല്ലേ? ഈ കല്യാണം ഒരിക്കലും വീട്ടുകാരുടെ സമ്മതത്തോടെ നടക്കില്ല. ഒളിച്ചോടി പോകേണ്ടി വരും. എന്റെ അമ്മ ഇത് താങ്ങില്ല. അതിലും വിഷമം എന്റെ കൊച്ചേട്ടന്റെ കാര്യമാണ്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാനത് താങ്ങുമെന്ന് നീ കരുതുന്നുണ്ടോ? താങ്ങും. ഒരു മുഴം കയറ് മതി എനിക്കത് താങ്ങാൻ. മുരളിയേട്ടനെങ്കിലും എന്നെ മനസ്സിലാക്കാത്തതെന്താ? എനിക്കിപ്പോൾ ആരെയും മനസ്സിലാകുന്നില്ല, മനസ്സിലാക്കാൻ ആഗ്രഹവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും പ്രേമമല്ല, ജീവിതമാണ്. എൻ്റെ ജീവനും മരണവും തമ്മിലുള്ള വടംവലിയാണ്. നീയില്ലെങ്കിലും എനിക്കൊന്നുമില്ല. കാരണം നീയില്ലെങ്കിൽ ഞാൻ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യം. നീ വേറൊരു വിവാഹം കഴിച്ചാൽ പിന്നെ ഈ മുരളിയില്ല. കഷ്ടമുണ്ട് മുരളിയേട്ട, എന്നെ ഇങ്ങനെ. ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ നീ വരരുത്. മരിച്ചു കിടക്കുകയാണെങ്കിലും അടുത്ത് നീ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ജീവിക്കണമെന്ന് തോന്നും. കരയണ്ട, കരയണ്ട. നീ കരയുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തിങ്കളാഴ്ച എന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരും. അത് നടക്കും. അപ്പുക്കുട്ടൻ ചേട്ടൻ കൊണ്ടുവന്ന ആലോചനയാ. ശരി, ഞായറാഴ്ച രാത്രി ഞാൻ ഓട്ടോയിൽ വന്ന് സിഗ്നൽ തരാം. നീ എൻ്റെ കൂടെ ഇറങ്ങി വരണം. നമുക്കൊരുമിച്ച് ജീവിക്കാം. നീ വന്നില്ലെങ്കിൽ തിങ്കളാഴ്ച പുലർച്ചെ എൻ്റെ മരണവാർത്ത നീ കേൾക്കും. എന്താ മോളെ നിന്റെ മുഖം വീർത്തിരിക്കുന്നത്? നീ കരഞ്ഞ ലക്ഷണമുണ്ടല്ലോ. എനിക്കൊന്നുമില്ല. അതല്ല, നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞോ? സാരല്ല മോളെ, ഇനി ശ്രദ്ധിച്ചാ മതി.
ആ